നഗരത്തിലും നാട്ടിലും വീട്ടിലും തെരഞ്ഞെടുപ്പ് ചർച്ചകളാണ്. ഇവിടെ എല്ലായിടത്തും ഒരുപോലെ സ്വാധീനമുള്ള ഒരു കൂട്ടരുണ്ട്. അവർക്കൊപ്പം സഞ്ചരിച്ചാൽ തെരഞ്ഞെടുപ്പിന്റെ ഏകദേശ ചിത്രം ലഭിക്കും. എന്നാൽ പിന്നെ ഒരു റൈഡായാലോ? കാണാം റിപ്പോർട്ട്. ബന്ധപ്പെട്ട് പല സർവേകളും വരുന്നുണ്ട്. പക്ഷേ ആർക്കാണ് കൃത്യമായിട്ട് എന്താണ് തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത്, ആരാണ് ഇവിടെ ജയിക്കുക, ആര് തോൽക്കുമെന്നൊക്കെ പറയാൻ കഴിയുക? അത് മിക്കവാറും ഓട്ടോക്കാർക്കാണ്. അവരുടെ ഡെയിലി ലൈഫിൽ തന്നെ ഒരുപാട് പേർ വണ്ടിയിൽ കയറി ഇറങ്ങുന്നുണ്ട്. അവരുടെ പ്രതികരണങ്ങളൊക്കെ അവർ നേരിട്ട് കേൾക്കുന്നതാണ്. നമുക്കും ആ പാതയിലൂടെ തന്നെ സഞ്ചരിക്കാം. തെരഞ്ഞെടുപ്പൊക്കെ അല്ലേ, നല്ല തിരക്കായിരിക്കുമല്ലോ. എനിക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. സിറ്റിയിൽ പല സ്ഥലത്തും പോകണം. പിന്നെ അടുത്ത ഒരു ഓട്ടോ സ്റ്റാൻഡിൽ ഇറക്കിയാൽ മതിയായിരിക്കും. അപ്പം നമുക്ക് പോകാം. താങ്കൾക്ക് എന്താണ് തെരഞ്ഞെടുപ്പ് കാലത്ത് LDF വരുമോ അല്ലെങ്കിൽ UDF വരുമോ? LDF വരുമെന്നാണ് പ്രതീക്ഷ. 10 വർഷത്തെ ഭരണത്തെ എങ്ങനെ വിലയിരുത്തും? ഭരിച്ചുകൊണ്ട് കുഴപ്പമില്ലാതെ അവരത് നല്ല ഭരണമായിരുന്നു. ചേട്ടാ, 10 വർഷമായില്ലേ LDF ഭരിക്കുന്നു. UDFന് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ ഇപ്രാവശ്യം? UDFന് സ്കോപ്പ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നല്ല ജനങ്ങൾക്ക് നല്ലത് വൈകി. അതുപോലെ ഇവിടെ നല്ല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വീണ്ടും LDF വരാനാണ് സാധ്യത എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു വർഗീയത ഇല്ലാത്തൊരു ഭരണമായിരുന്നു ഈ 10 കൊല്ലത്തെ ഭരണം. 100% ബെറ്ററാണ്. ഈ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളുടെയും യുവാക്കളുടെയും പ്രാതിനിധ്യം കുറവാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല, എല്ലാ വർഷത്തെക്കാലം കുറച്ച് യുവാക്കളെയും യുവതികളെയും കുറച്ച് കൂടുതൽ ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ആര് വരും കേരളത്തിൽ ഭരണത്തിൽ? ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതികൾ ചെയ്യുന്ന ഒരാൾ വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഭരണപക്ഷത്തിന്റെ ഒരു പെർഫോമൻസ്, പ്രതിപക്ഷത്തിന്റെ പെർഫോമൻസ് എങ്ങനെ വിലയിരുത്തുന്നു? അതുപോലെ NDA വരുമോ? എല്ലാ വർഷത്തെക്കാലം കുറച്ച് കൂടുതൽ വോട്ടുകൾ പിടിക്കുകയും കുറച്ച് കൂടുതൽ ആൾക്കാർ NDAയിലേക്ക് വരികയൊക്കെ ചെയ്യും. ഭരണപക്ഷത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭരണം വളരെ മോശമായിരുന്നു. വോട്ട് ശതമാനം നല്ല വോട്ട് ശതമാനം കാണും. പക്ഷേ അതിൽ രണ്ടും ഒപ്പത്തിനൊപ്പം വരുമെന്നാണ് തോന്നുന്നത്. LDF UDF ഇട്ടതിനൊപ്പം ഇവരൊക്കെ എന്തായാലും BJP 2-3 സീറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. UDF തന്നെ അടുത്ത് വരും. കാര്യം ഈ LDFന്റെ ഭരണം പൊറുതിമുട്ടി, സഖാക്കൾ തന്നെ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് UDF തന്നെ എന്തായാലും ഭരണത്തിൽ വരും. സഖാക്കളെന്ന് പറഞ്ഞ് തന്നെയാണ് വണ്ടി കയറുന്നവർ പറയുന്നുണ്ട്. ഇയാൾ എങ്ങനെയില്ല, ഈ അടുത്ത LDF പറഞ്ഞതിൽ ആർക്ക് തർക്കമൊന്നുമില്ല. ഈ മുഖ്യമന്ത്രി മാറിയാൽ മതി, ഈ ധാർഷ്ട്യമുള്ള ഇയാളെ മാറ്റണം എന്നാണ് പറയുന്നത്. വേറെ ആര് വന്നാലും കുഴപ്പമില്ല. ഭരണം മാറി വരണം എങ്കിലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ടൊക്കെ പോവുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ LDF ജയിക്കാൻ ചാൻസ് ഉണ്ട്. പിണറായി വിജയൻ പാവങ്ങളെയൊക്കെ സഹായിച്ചിട്ടുണ്ട്. 60 വയസ്സുകാർക്ക് പെൻഷൻ കൂട്ടി. ആ കാരണത്താലാണ് ജയിക്കുമെന്ന് ഉറപ്പുള്ളത്. തിരുവനന്തപുരത്ത് CP ജോണ് ചാൻസ് ഉണ്ടെന്ന് പറയുന്നവരുണ്ട്. നേമത്ത് ചന്ദ്രശേഖർ ജയിക്കുമെന്ന് പറയുന്നവരുണ്ട്. BJPക്ക് 4-5 സീറ്റ് കിട്ടുമെന്ന് പറയുന്നവരുണ്ട്. പിന്നെ കൂടുതൽ ഇടതുപക്ഷത്തിൻ്റെ ഭരണം മടുത്ത രീതിയിലുള്ള സംസാരമാണ് വണ്ടിയിൽ കയറുന്നവർ കൂടുതലും സംസാരിക്കുന്നത്. എല്ലാവരും കാത്തിരിക്കുകയാണ് വോട്ടെണ്ണി തീരുമ്പോൾ ആരാണ് വാഴുക, ആരാണ് വീഴുക എന്നറിയാൻ വേണ്ടി. അപ്പം നമ്മൾ നഗരം ചുറ്റുന്നവരുടെ വിശേഷങ്ങളും അതുപോലെ അവരുടെ അഭിപ്രായങ്ങളും അവർ കേൾക്കുന്ന കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് അറിഞ്ഞത്. അപ്പോൾ ക്യാമറ പേഴ്സൺ റിബിനൊപ്പം സനിസ ശോഭ ചന്ദ്രൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.